കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കലാപം രൂക്ഷമെന്നൊരു വാർത്ത വരുന്നു. സീറ്റുകൾ ഗ്രൂപ്പുകൾക്ക് വീതം വയ്ക്കുന്നതിൽ പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട്. ജയസാധ്യതയുള്ളവരെ പരിഗണിക്കുന്നില്ല എന്ന് വിമതർ പറയുന്നു. കെ ബാബു, ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവർ ചേർന്ന് സ്വന്തം സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയതായാണ് ആക്ഷേപം. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നമുക്കിപ്പം സഹിനെ, ഇന്നിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ അല്പസമയത്തിനകം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് വിമത ശബ്ദങ്ങൾ ഉയർക്കുന്നത് എന്നുള്ളതാണ് കാര്യം. തീർച്ചയായിട്ടും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കൊച്ചി കോർപ്പറേഷനിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്കും കടുത്ത അതൃപ്തിയുണ്ട്. കാരണം ഇത് ഗ്രൂപ്പ് വീതം വെച്ച ഈ സീറ്റുകൾ മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രൂപ്പ് ആളുകൾക്ക്, അതായത് ഗ്രൂപ്പ് നേതാക്കൾ ഈ സീറ്റുകൾ ജയസാധ്യതയില്ലാത്ത ആളുകളെ പരിഗണിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അത് പ്രവർത്തകർക്ക് വലിയ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ചും കെ ബാബു, ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങിയ നേതാക്കൾ, എ ഗ്രൂപ്പിന്റെ നേതാക്കൾ ഇത്തരത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ് ജയസാധ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ അതൃപ്തിക്ക് കാരണമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമത ശല്യം കൂടാനുള്ള സാധ്യതയാണ് ഇത്തവണയുള്ളത്. കെ പി സി സി സെക്രട്ടറി ആയിട്ടുള്ള തമ്പി സുബ്രഹ്മണ്യം, കൂടാതെ മുൻ ഡെപ്യൂട്ടി മേയർ പ്രേംകുമാർ തുടങ്ങിയവരെ ഒന്നും മത്സരരംഗത്തേക്ക് ഇറക്കുന്നില്ല. കോണം പോലെയുള്ള സീറ്റുകളിലൊക്കെ ജയിച്ച് കയറാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പ്രേംകുമാർ. എന്നാൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് നൽകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇടക്കൊച്ചി അടക്കമുള്ള ഇടങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട, കെ ബാബു അടക്കമുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് വലിയ പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമാകുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തലവേദനയായി മാറുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെയും അതിനെയൊക്കെ കണക്ക് കൂട്ടിയാണ് നേരത്തെ തന്നെ പലയിടത്തും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചതും. അതും പൊതുസമ്മതരായ പൊതുജനങ്ങൾക്ക് നല്ല പരിചയമുള്ള മുഖങ്ങളെയൊക്കെ കളത്തിലിറക്കി വോട്ട് തേടി അവർ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പം ഈ ഒറ്റപ്പെട്ടതെങ്കിലും വിമത ശബ്ദങ്ങൾ ഉയരുന്നത് പാർട്ടിയെ സംബന്ധിച്ച് എത്രത്തോളം ഈ ഘട്ടത്തിൽ നിർണായകമാണ്. ഒപ്പം തന്നെ ഇവരെയൊക്കെ ഈ സമവായ ചർച്ചകളൊക്കെ, ഇവരെ തണുപ്പിക്കാൻ സമവായ ചർച്ചകൾക്കൊക്കെ തുടക്കമായിട്ടുണ്ടോ? അങ്ങനെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ടോ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കൊച്ചി കോർപ്പറേഷനിൽ ആകമാനം കോൺഗ്രസ് ഗ്രൂപ്പ് നേതാക്കൾ വീതം വെച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പ്രവർത്തകരെ അമർഷത്തിലാക്കിയിരിക്കുന്നത്. നല്ല ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ ഇടതുമുന്നണി സീറ്റ് നിലനിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഭരണം തിരിച്ചുപിടിക്കണമെങ്കിൽ കോൺഗ്രസിന് ശക്തരായ സ്ഥാനാർത്ഥികൾ വേണം. എന്നാൽ പകരം തങ്ങളുടെ ഇഷ്ടക്കാരെയും ജയസാധ്യതയില്ലാത്തവരെയും കളത്തിലിറക്കുന്നത് വലിയ അതൃപ്തിക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രൂപ്പ് നേതാക്കൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ സീറ്റുകൾ വീതം വെച്ചെടുത്തിരിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. സേതു. ഓക്കെ, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.